മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ പെസഹായാണല്ലോ. ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ അടുത്തേക്കുള്ള ഈശോയുടെ കടന്നു പോകലിൻ്റെയും തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ മോചനത്തിൻ്റെയും ഓർമ്മയായിട്ടാണല്ലോ പുതിയ നിയമത്തിൽ പെസഹ ആചരിക്കുന്നത്. ഈ പെസഹ ദിനത്തിലാണ് ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഒരു ക്രിസ്തു ശിഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തതും, ഇനി മുതൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിലായിരിക്കുമെന്ന് പഠിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ കൂദാശയായ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും. ഈ ദിവസം എല്ലാ വൈദികരെയും നമുക്ക് ഓർക്കാം, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസം 2 സുവിശേഷ വായനകളാണ് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. ഒന്ന്, ഈശോ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നതും, രണ്ടാമത്തേത് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതും. ഈ വായനകളിൽ 3 തരം മനോഭാവങ്ങൾ വച്ചു പുലർത്തുന്ന വ്യക്തിത്വങ്ങളെ നാം കാണുന്നുണ്ട്. അതിൽ ആദ്യത്തേത് യൂദാസാണ്. 3 വർഷക്കാലം കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്നിട്ടും തൻ്റെ വരവിൻ്റെ ഉദ്ദേശം അവർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഒരു ശിഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുത്തിട്ടും വെറും നശ്വര സമ്പത്തിനു വേണ്ടി, പണത്തിനു വേണ്ടി സ്വന്തം ഗുരുവിനെ ഒറ്റുകൊടുത്ത യൂദാസിൻ്റെ മനോഭാവമാണ് ആദ്യത്തേത്. അവൻ എങ്ങനെ ഒരു ഒറ്റുകാരനായി, ഒരു ചതിയനായി മാറി? ഒരുപക്ഷെ അവൻ വളർന്ന സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ അവനെ വളർത്തിയ മാതാപിതാക്കളുടെ അശ്രദ്ധയായിരിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ഈശോ പറഞ്ഞതുപോലെ ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാൻ, സ്നേഹിക്കാൻ നമുക്ക് സാധിക്കില്ല. ഒന്നുകിൽ ലോകം, അല്ലെങ്കിൽ ദൈവം. ആരെങ്കിലും പണത്തിനു വേണ്ടി, സമ്പത്തിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി മാത്രം ജീവിതം മാറ്റിവച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെയും അവസാനം യൂദാസിൻ്റേതുപോലെ ആയിരിക്കും എന്നതിൽ സംശയമില്ല. ലോകം, പിശാച്, പാപം എന്നിവ പിടിമുറുക്കിയവരുടെ പ്രതിരൂപമാണ് യൂദാസ്. നല്ല മനസ്സാക്ഷി രൂപപ്പെടുത്തുന്നതിൽ കൈമോശം വരുത്തിയവൻ, കൂടപ്പിറപ്പിനെ പോലും ചിരിച്ചുകൊണ്ട് എങ്ങനെ കഴുത്തിറക്കാമെന്ന് ചിന്തിക്കുന്നവരുടെ ആൾരൂപം. സ്വന്തം സുഖത്തിനു വേണ്ടി ജന്മം നൽകിയ മാതാപിതാക്കളെ, വിദ്യ നൽകിയ അധ്യാപകരെ, ആപത്തുകളിൽ ഓടിയെത്തിയ കൂടപ്പിറപ്പിനെ, സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി അയൽക്കാരനെ ഇല്ലായ്മ ചെയ്യാൻ കാത്തിരിക്കുന്നവരുടെയൊക്കെ വേറൊരു പകർപ്പാണ് യൂദാസ്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ എപ്പോഴെങ്കിലും ഒരു യൂദാസായി മാറിയിട്ടുണ്ടോ? കൂടെ നിന്ന സ്നേഹിതനെ വഞ്ചിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളെ ഒറ്റുകൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അനുതാപത്തിനുള്ള സമയമാണിത്. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായപ്പോൾ ഈശോ പത്രോസിനെയും യാക്കോബിനെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുവിൻ. ഈ ശിഷ്യന്മാരാണ് രണ്ടാമത്തെ മനോഭാവത്തിനുടമകൾ. ഈ പെസഹ തൻ്റെ ശിഷ്യരുമൊത്തുള്ള അവസാനത്തെ ആചരണമാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. മാത്രമല്ല, താൻ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുമെന്നും ഈശോ അറിഞ്ഞിരുന്നു. എന്നിട്ടും ആ വേദനകളെല്ലാം ഉള്ളിലൊതുക്കിയിട്ടാണ് ഈശോ പെസഹായ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്താൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ അവരുടെ ചിന്ത വെറും ഭൗതികമായ ഒരു ആഘോഷത്തെക്കുറിച്ച് മാത്രമായിരുന്നു. എവിടെ ഒരുക്കണം, എങ്ങനെ ഒരുക്കണം, അതിലായിരുന്നു അവരുടെ ശ്രദ്ധ മുഴുവൻ. ഇവരിൽ ആരും തന്നെ ഈശോ കടന്നു പോകുന്ന മനോവേദനയെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ ഈശോ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, ഇവർ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ. ഗുരുവിൻ്റെ കൂടെ നടന്നിട്ടും ഗുരുവിൻ്റെ മനസ്സറിയാത്തവർ. നമ്മളിൽ പലരും ഈ ശിഷ്യരുടെ മനോഭാവത്തിൽ ജീവിക്കുന്നവരല്ലേ? ജീവിതത്തിൽ വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കാതെ മാറി നടന്നിട്ടില്ലേ? അവിടെ ക്രിസ്തു തന്നെയാണ് മാറ്റി നിർത്തപ്പെട്ടത് എന്ന് നമുക്ക് ഓർക്കാം.
മൂന്നാമത്തെ മനോഭാവം ഈശോയുടെ മനോഭാവം തന്നെയാണ്. സംഭവിക്കുന്നതെല്ലാം വ്യക്തമായി അറിയാവുന്ന ഈശോ അത്താഴ സമയത്ത് എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ ചുറ്റി ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ക്രിസ്തു ശിഷ്യൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട വലിയൊരു പാഠം ഈശോ അവരെ പഠിപ്പിക്കുകയായിരുന്നു ഈ പ്രവൃത്തിയിലൂടെ. അത് എളിമയുടെ ചെറുതാകലിൻ്റെ പാഠമാണ്. അതേ തുടർന്ന് യേശു അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ വീഞ്ഞും. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്, ഭക്ഷിക്കുക. ഇതെൻ്റെ രക്തമാണ്, കുടിക്കുക. അങ്ങനെ സ്നേഹത്തിൻ്റെ കൂദാശിയായ പരിശുദ്ധ കുർബാന അവിടുന്ന് സ്ഥാപിച്ചു. പ്രിയമുള്ളവരെ, നാം ഓർക്കണം, ഓരോ വിശുദ്ധ കുർബാനയും എനിക്ക് വേണ്ടി കാൽവരിയിൽ മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരവും ചിന്തപ്പെട്ട രക്തവുമാണെന്ന്. ഇത്രമാത്രം എനിക്കായി കർത്താവ് സഹിച്ചിട്ട് അവനെ എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ വീട് മതി, എൻ്റെ കുടുംബം മതി, എൻ്റെ മക്കൾ മതി. എനിക്ക് എൻ്റെ ഈശോയെ വേണ്ട. അവൻ്റെ ബലിയിൽ പങ്കെടുക്കാൻ നമുക്ക് സമയമില്ല. ബലിയിൽ പങ്കെടുക്കാൻ പോയാൽ തന്നെ അലസരായി ഒരുക്കമില്ലാതെയാണ് പലപ്പോഴും വിശുദ്ധ കുർബാനയെ നാം സമീപിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, താൻ ദൈവത്തിൽ നിന്ന് വന്നു എന്നും ദൈവത്തിങ്കിലേക്ക് തിരികെ പോകുന്നു എന്നും യേശു അറിഞ്ഞു എന്ന്. ആ ബോധ്യമായിരുന്നു സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഈശോയ്ക്ക് സാധിച്ചത്. പ്രിയമുള്ളവരെ, ഈ ബോധ്യമുള്ളവർക്ക് അപരൻ്റെ കാല് കഴുകാനും സ്വയം ബലിയായി മാറാനും സാധിക്കൂ. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൽ നിന്ന് വന്നു ദൈവത്തിങ്കിലേക്ക് തിരികെ പോകേണ്ടവരാണെന്നുള്ള സത്യം മനസ്സിലാക്കണം. ആ തിരിച്ചറിവിനായി നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. പെസഹ തിരുനാളിൻ്റെ കൃപ ഏവർക്കും ഉണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.